ഓൺ ചെയ്യണേ. ഓം സാईश्वराय വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സാईश्वराय വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സാईश्वराय വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സായിരാം. ഇന്ന് വായിക്കുന്നത് തൃക്കരിപ്പൂരിലെ കുമാരി നന്ദനയാണ്. മോളെ വീഡിയോ ഓൺ ചെയ്തിട്ട് തുടങ്ങിക്കോളൂ കേട്ടോ. സായിരാം. കാഴ്ചയും കാണുന്നവരും ഗ്രാംഫോൺ റെക്കോർഡുകൾ കുറച്ച് നടുവിലോട്ടിരിക്കാമോ? സെൻട്രലൈസ് ചെയ്തിരിക്കും. ശരി. ഗ്രാംഫോൺ റെക്കോർഡുകൾ കണ്ടാൽ ഒരുപോലെ തോന്നും. പക്ഷേ അത് പാടിപ്പിക്കുമ്പോൾ ഓരോന്നിൽ നിന്നും വ്യത്യസ്തമായ പാട്ട് കേൾക്കാം. ബാഹ്യമായ കാഴ്ച എപ്പോഴും സത്യമാകണമെന്നില്ല. ഞാൻ പുണ്യമോ പാപമോ അല്ല. ഞാൻ സുഖമോ ദുഃഖമോ അല്ല. ഞാൻ തീർത്ഥാടന കേന്ദ്രത്തിലോ വേദങ്ങളിലോ യജ്ഞങ്ങളിലോ അല്ല. ഞാൻ ഭക്ഷണമല്ല, ഭക്ഷിക്കുന്നവനല്ല, ഭക്ഷിക്കുന്ന പ്രക്രിയയുമല്ല. ഞാൻ ആത്മാവാണ്, ഈശ്വരന്റെ മൂർത്തിമത് ഭാവം. ഞാൻ ശിവൻ തന്നെയാണ്. വേദങ്ങൾ സമത്വം പഠിപ്പിക്കുന്നു. പ്രേമസ്വരൂപരെ, നിങ്ങൾ പാപമൂർത്തികളോ പുണ്യമൂർത്തികളോ അല്ല. നിങ്ങൾ സന്തോഷ വിഗ്രഹങ്ങളോ സന്താപ വിഗ്രഹങ്ങളോ അല്ല. നിങ്ങൾ മന്ത്രത്തിന്റെയോ യന്ത്രത്തിന്റെയോ തന്ത്രത്തിന്റെയോ മൂർത്തിമത് ഭാവങ്ങളുമല്ല. നിങ്ങൾ സച്ചിദാനന്ദ സ്വരൂപമാണ്. എപ്പോഴും നിങ്ങൾ ഞാൻ ശിവനാണ് എന്ന് വിചാരിക്കുക. എപ്പോഴും ശിവോഹം 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 എന്ന് ജപിക്കുക. ഈശ്വരനുമായി തനിക്കുള്ള ഐക്യം, താനും ഈശ്വരനും ഒന്നാണെന്ന സത്യം ഹൃദയത്തിൽ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈശ്വര കൃപ നേടാൻ കഴിയൂ. ഞാൻ എന്ന തത്വം യഥാർത്ഥ സത്യം. ദരിദ്രനാകട്ടെ, ലക്ഷപ്രഭു ആകട്ടെ, പാമരനാകട്ടെ, ജീവമുക്തനാകട്ടെ, കുട്ടിയാകട്ടെ, വൃദ്ധനാകട്ടെ, പുരുഷനാകട്ടെ, സ്ത്രീ ആകട്ടെ, ഇവരെല്ലാം അവനവനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്നു. ഞാൻ, അഹം എന്ന തത്വം സർവ വ്യാപകമാണ്. നിങ്ങൾ ഒരാളോട് ചോദിച്ചുവെന്നിരിക്കട്ടെ, സർ താങ്കൾ ഏത് നാട്ടുകാരനാണ്? അയാൾ പറഞ്ഞേക്കാം, ഞാൻ ബാംഗ്ലൂരുകാരനാണ്. ബാംഗ്ലൂരുകാരനാണെന്ന് പറയുമ്പോൾ ആദ്യം ഉപയോഗിക്കുന്ന പദം ഞാൻ എന്നതാണ്. അയാളോട് താങ്കൾ ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മറുപടി, ഞാൻ രാമയ്യയുടെ മകൻ സുരയ്യയാണ്. എന്ത് ഉത്തരം തന്നാലും അതിൽ ഞാൻ എന്ന പദം ഉണ്ടായിരിക്കും. ഓരോരുത്തർക്കും അവനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്ന് ഉപയോഗിക്കാതെ ഒന്നും പറയാൻ സാധ്യമല്ല. നിങ്ങൾ അയാളോട് ചോദിക്കുന്നു എന്നിരിക്കട്ടെ, താങ്കളുടെ പേര് എന്താണ്? അയാൾ പറഞ്ഞേക്കാം, ഞാൻ ഗോപാൽ, എന്റെ അച്ഛൻ ഭൂപാൽ, എന്റെ അപ്പൂപ്പൻ നേപാൽ. ഹനുമാന്റെ വാല് പോലെ നീണ്ട ഒരു ഉത്തരം പറയുന്നതിന് പകരം അയാൾ ഞാൻ ഞാനാകുന്നു എന്ന ഉത്തരം പറയുകയാണെങ്കിൽ അതെത്ര എളുപ്പമായിരുന്നു. ഈ പ്രസ്താവന ഞാൻ ഞാനാകുന്നു മനുഷ്യന്റെ യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്നു. ജനനം മുതൽ ഞാൻ എന്ന പദത്തോട് നിങ്ങൾ സ്വയം ബന്ധിപ്പിക്കുന്നു. അവൻ, അവൾ, അവർ മുതലായ വാക്കുകൾ നിങ്ങൾ ഞാൻ എന്ന അക്ഷരം ഉപയോഗിക്കാൻ തുടങ്ങിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. വേദാന്തം പ്രഖ്യാപിക്കുന്നു, അഹം ബ്രഹ്മാസ്മി. അഹം എന്നാൽ ഞാൻ. അതുകൊണ്ട് ഞാൻ ബ്രഹ്മത്തിനേക്കാളും മുമ്പേ ഉപയോഗിക്കപ്പെടുന്നു. അത്ര ശക്തമത്തായ രീതിയിൽ ഉപയോഗിക്കുന്നു. വേദങ്ങൾ ഈ ഞാൻ തത്വത്തെ ഹൃദയം എന്ന് പറയുന്നു. എന്താണ് ഹൃദയത്തിന്റെ അർത്ഥം? ഹൃത് പ്ലസ് ദയ, ഹൃദയ. ഏതൊന്നാണോ അനുകമ്പ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അതാണ് ഹൃദയം. അതിനർത്ഥം ഞാൻ തത്വം അനുകമ്പാ പൂർണ്ണമാണെന്നു തന്നെ. അതുകൊണ്ട് ഈ ഭൗതിക ശരീരത്തെ സംബന്ധിക്കുന്നതല്ല.
അനുകമ്പ, ഹൃദയം, ആത്മാവ്, ബ്രഹ്മം ഇവയെല്ലാം ഞാൻ തത്വത്തിന്റെ പര്യായമാണ്. മനുഷ്യൻ ഞാൻ തത്വത്തെ ഭൗതിക ശരീരവുമായി ബന്ധിപ്പിക്കുന്നു. അത് ആത്മാവിനെ, ബ്രഹ്മത്തെ, ഹൃദയത്തെ, ഈശ്വരനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മറന്നതുകൊണ്ടാണ് അപ്രകാരം ചെയ്യുന്നത്. ആരെങ്കിലും നിങ്ങളോട് എപ്പോൾ വന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു ഞാൻ രാവിലെ വന്നു എന്ന്. പക്ഷേ വാസ്തവത്തിൽ എന്താണ് രാവിലെ വന്നത്? അത് ശരീരമാണ്. അതായത് നിങ്ങൾ ശരീരവുമായി താദാത്മ്യം പ്രാപിച്ചു പറയുന്നു ഞാൻ രാവിലെ വന്നു എന്ന്. അടുത്ത നിമിഷം നിങ്ങൾ പറയുന്നു എന്റെ വയറു കേടായിരുന്നു എന്ന്. നിങ്ങൾ എന്റെ വയറ് എന്ന വാക്ക് പറയുന്നു. സ്വല്പം നിമിഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പറഞ്ഞു ഞാൻ രാവിലെ വന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരമാണ് നിങ്ങൾ എന്ന അർത്ഥത്തിൽ സംസാരിച്ചു. ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വ്യത്യസ്തനാണ് എന്ന്. നിങ്ങൾ എന്റെ വയറ് എന്ന് പറയുന്നു. ഞാനും എന്റെ വയറും രണ്ടാണല്ലോ. അപ്പോൾ നിങ്ങൾ ആരാണ്? ഇത് എന്റെ കരമാണ്, എന്റെ ശിരസാണ്, എന്റെ ഉദരമാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ നിങ്ങൾ ഞാൻ ആരാണ് എന്ന് സ്വയം ചോദിക്കുന്നില്ല. ഇത് എന്റെ ടവലാണ് എന്ന് പറയുമ്പോൾ ഞാൻ ടവലിൽ നിന്നും വ്യത്യസ്തനാണ്. അതേപോലെ ഞാൻ എന്റെ കരം, എന്റെ ശിരസ്, എന്റെ ഉദരം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവയിൽ നിന്നും വ്യത്യസ്തനാണ് എന്ന് വരുന്നു. അപ്പോൾ ഞാൻ ആരാണ്? വേദാന്ത പാഠങ്ങൾക്കനുസൃതമായി നിങ്ങൾ അത്തരത്തിലുള്ള ആത്മപരിശോധന നടത്തണം. ഒരു നിമിഷം നിങ്ങൾ പറയുന്നു നിങ്ങൾ ശരീരമാണെന്ന്. അടുത്ത നിമിഷം തന്നെ നിങ്ങൾ പറയുന്നു നിങ്ങൾ ശരീരത്തിൽ നിന്നും വ്യത്യസ്തനാണെന്ന്. ഇതിൽ ഏതാണ് ശരി? അതോ ഇതോ? സായിറാം. അനുഭവം പറഞ്ഞോളൂ മോളെ. അനുഭവം എന്ന് പറയുമ്പോ ഞാൻ ഭഗവാൻ എനിക്ക് തന്ന ഒരു ബ്ലെസ്സിങ് ആണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. കാരണം ഞാനിപ്പോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബാലവികാസ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഒരിക്കലും പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന കാര്യമല്ല. കാരണം എന്താ പറയാ, എനിക്ക് പഠിപ്പിക്കാൻ പറ്റുമോ, കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമോ, പിന്നെ സ്റ്റുഡൻസ് ഒക്കെ വരുവോ, പിന്നെ അവരെ പാരന്റ്സ് അവരെ വിടുവോ എന്നുള്ള സംശയത്തിലായിരുന്നു ഞാൻ തുടങ്ങാണ്ടിരുന്നത്. ഇതിൽ കൂടുതലായിട്ട് ഭഗവാനോടും സതീശൻ സാറോടും ആണ് ഇത് നന്ദി പറയാനുള്ളത്. കാരണം സതീശൻ സാറാണ് എന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ എന്താ പറയാ മോട്ടിവേറ്റ് ചെയ്തത് തന്നെ സതീശൻ സാറാണ്. ഇത് തുടങ്ങിയത് 2 മാസം ആയിട്ടുണ്ടാവും. എന്താ പറയാ, എനിക്ക് തുടങ്ങാൻ സാധിച്ചത് ഭഗവാന്റെ കരുണ കൊണ്ടാണ്. അതുകൊണ്ട് താങ്ക്സ് ഭഗവാനോട് ഈ നിമിഷത്തിൽ ഞാൻ ഒരു താങ്ക്സ് തന്നെ പറയുന്നു. സായിറാം. സായിറാം. ഭഗവാന്റെ പ്രഭാഷണം ഇടാം. ఈ ఇంద్రియములకు ఒక విధమైనటువంటి దౌర్బల్యం ఉంటున్నది. These senses suffer from a type of weakness. మనస్సు స్వయంగా పదార్థమును చూడలేదు. Mind cannot see or perceive any object. కేవలం ఇంద్రియములను ఆధారం చేసుకునే పదార్థమును చూడగలుగుతుండాలి. Mind has been able to perceive objects only through senses. మనస్సు స్వయంగా వినలేదు. Mind cannot hear. చెవులను ఆధారం తీసుకొని విషయమును వింటూ ఉన్నది. Mind is able to hear only through ears. ఈ విధంగా మనస్సు ఇంద్రియములను ఆధారం చేసుకొని సర్వకర్మలను ఆచరిస్తుండాలి. Mind is enjoying and doing all the activity through the sense organs. అయితే ఈ ఇంద్రియములు అనేక లోపములతో కూడినటువంటివి. But these senses have a number of defects. అనేక దౌర్బల్యములతో చేరినటువంటిది. Number of weaknesses. ఇవి కేవలము అనిత్యమైనటువంటివి. They are all impermanent. ఇవి రోగములతో చేరినటువంటివి. They are prone to diseases. ఇట్టి అనిత్యము, అశాశ్వతము, అసత్యమై రోగపీడితమైనటువంటి ఇంద్రియములను ఆధారం చేసుకొని మనసు అనుభవించటం చేత ఈ ఇంద్రియముల యొక్క దోషము మనసునందు ప్రతిబింబిస్తున్నాయి. As mind is enjoying through and on the basis of these sense organs which are impermanent, which are prone to disease, mind also suffers from కనుక defects. ఇంద్రియ దోషముల చేత మనస్సు మాలిన్యం చెందుతుండాలి. Mind is becoming polluted on account of the defects of the మనస్సు sense చాలా organs. పరిశుద్ధమైనటువంటిది. Mind by itself is really మనస్సు pure. చాలా పవిత్రమైనటువంటిది. It is also sacred.
కానీ సహవాసము చేత అది మాలిన్యం పొందుతుండాలి. But it is becoming polluted on account of association. ఈ సంగమ దోషముల చేతనే మానవుడు మంచి చెడ్డలను అనుభవిస్తున్నాడు. Man is enjoying good and bad on account of the association of these two. ఇట్టి మాలిన్యముతో కూడినటువంటి మనసుతో మనము సాధనలు చేసినప్పుడు ఈ సాధనలు ఎట్లా ఉంటాయి? బురదను బురదతో కడిగినట్టుగా ఉంటాయి. When we undertake to do sadhana with a mind full of defects, how can we achieve any success at all? It is like washing a muddy vessel with mud itself. కనుక మనస్సుకు కూడినటువంటి ఈ దోషముల చేత ఎన్ని సాధనలు చేసినప్పటికీ ఇది ఏమాత్రం కూడా పరిశుద్ధము కాదు. Whatever sadhanas you perform with a mind full of dirt and defects, you will never achieve any fruits. మొట్టమొదట మనసుకు చేరినటువంటి ఈ మాలిన్యాన్ని మనము నిర్మూలం గావించుకోవాలి. In the very first instance, we will have to purify the mind. ఇది ఏ రీతిగా నిర్మూలం అవుతుంది? How can we cleanse it? సంఘ సేవయందే, ఏక భావమునందే, ఏకాత్మనందే ఈ యొక్క మాలిన్యం నిర్మూలం అవుతుంది. We can purify the mind only through service to society, through thinking unity of all the human beings and unity of Atma. സായിരം, സമയമുള്ള സ്ഥിതിക്ക് ഞാൻ എൻ്റെ അമ്മ ദിവംഗതയാകുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു ഭയങ്കരമായ അനുഭവത്തെ പറ്റി പറയാം. എൻ്റെ അമ്മ 88 വയസ്സിൽ 2010 ഡിസംബർ 7-ാം തീയതിയാണ് ദിവംഗതയായി ഭഗവത്പാദങ്ങൾ പ്രാപിച്ചത്. അതിനുമുമ്പ് ഞാൻ എല്ലാ 2 മാസത്തിലൊരിക്കൽ പുട്ടപർത്തി വരാറുണ്ട്. അപ്പൊ എൻ്റെ അച്ഛൻ ദിവംഗതനായത് 2003-ലായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് 80 വയസ്സ്. 81 വയസ്സിൽ 2004 ഞാൻ അമ്മയും കൊണ്ട് പുട്ടപർത്തി വന്നിരുന്നു. എൻ്റെ മകൾ ഇവിടെ സ്റ്റാഫ് ആയതുകൊണ്ട് അവളുടെ കെയർ ഓഫിൽ അമ്മയ്ക്ക് സ്വാമിയുടെ വളരെ അടുത്ത് ബെഞ്ചിലിരുന്നിട്ട് ഭഗവാന്റെ നല്ല ദർശനങ്ങൾ ലഭിച്ചു. നല്ല മെന്റൽ കോണ്ടാക്ട് ഭഗവാനുമായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങൾ സിദ്ധിച്ചിരുന്നു. അതിനുശേഷം ഞാനിങ്ങനെ 2 മാസത്തിലൊരിക്കൽ പുട്ടപർത്തിയിലേക്ക് വരും. അങ്ങനെ വന്ന് ഒരാഴ്ചയൊക്കെ നിന്നിട്ട് തിരികെ പോവും. ആ സമയത്ത് എൻ്റെ അമ്മയെ അനിയത്തിയുടെ അവിടെ ആക്കും. ചേട്ടൻ അവിടെ ഉണ്ടാവും, പക്ഷെ ചേട്ടന് അങ്ങനൊരു ബുദ്ധിമുട്ടല്ലേ അമ്മയെ നോക്കാൻ. അതുകൊണ്ട് അനിയത്തിയുടെ അവിടെ ആക്കിയിട്ടാണ് ഞാൻ വരിക. അപ്പൊ അപ്പോഴെപ്പോഴും അമ്മ എൻ്റെ അടുത്ത് പറയും, മോളെ അമ്മയെ ഒരു പ്രാവശ്യം കൂടെ സ്വാമിയുടെ ദർശനത്തിന് കൊണ്ടുപോകണേ എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് എനിക്കാണെങ്കിൽ പ്രായമായതുകൊണ്ട് ഞാനും ഒറ്റയ്ക്കാണ് വരിക. അപ്പൊ അത് എങ്ങനെയും ബുദ്ധിമുട്ട് ആലോചിച്ച് അത് നീട്ടി വെച്ചു. അമ്മ പോവാം, നമുക്കൊരു ദിവസം പോവാം എന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടി അമ്മയ്ക്ക് 88 വയസ്സായി 2010. അപ്പോഴും അമ്മ പറയും, മക്കളെ അമ്മയും കൂടെ കൊണ്ടുപോവോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും, ശരി അമ്മ കൊണ്ടുപോവാം, ഞാനൊന്ന് ആലോചിച്ച് ഒരു ധൈര്യം വരട്ടെ, എന്നിട്ട് ഞാൻ അമ്മയെ കൊണ്ടുപോവാം. ഞാൻ യാത്രയുണ്ട്, ബാംഗ്ലൂരിൽ നിന്നുള്ള യാത്രയുണ്ട്, അത് കാർ എടുക്കും നമ്മള്. അങ്ങനെയൊക്കെ ആണെങ്കിലും അമ്മയ്ക്ക് തണുപ്പും യാത്രയൊക്കെ പറ്റുമോ, 88 വയസ്സായില്ലേ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് മടിച്ച് ഇങ്ങനെ ഇരുന്നു. അമ്മയ്ക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോഴ് ജൂലൈ മാസത്തില് ജൂൺ അവസാനം ഒരു 31-ന് എൻ്റെ മകൾക്ക് ഭഗവാൻ ദർശനം കൊടുത്തിട്ട് പറഞ്ഞു, അമ്മുമ്മയെ കൊണ്ടുവരൂ, ജൂലൈ 2-ന് ഇവിടെ എത്തണം എന്ന് പറഞ്ഞു. അത് 2010. അപ്പൊ എൻ്റെ മകള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പൊ ചേട്ടൻ ഇവിടെ ഡ്യൂട്ടിക്കും വരുന്നുണ്ട്, ജൂലൈ ഡ്യൂട്ടിക്ക് വരുന്നുണ്ട്, അപ്പൊ നമുക്ക് ഒരുമിച്ച് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ മോള് വിളിച്ചു പറഞ്ഞു, അമ്മ സ്വാമിയുടെ ദർശനം ഉണ്ടായിരുന്നു, സ്വപ്ന ദർശനം ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം അമ്മ വരുമ്പം അമ്മുമ്മയും കൂടെ കൊണ്ടുവരണം, കാരണം ഭഗവാൻ പറഞ്ഞു ജൂലൈ 2-ന് വരൂ, അമ്മുമ്മയും കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അപ്പൊ നമ്മൾ വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്തു. സെക്കൻഡ് AC ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു, വേഗം ടിക്കറ്റ് എല്ലാം കിട്ടി. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ, കാരണം റെയിൽവേയിലാണെങ്കിൽ ബാറ്ററി കാർ, തിരുവനന്തപുരത്തും ബാംഗ്ലൂരും ബാറ്ററി കാർ നല്ല അവൈലബിൾ ആയി. അപ്പൊ അതുകൊണ്ട് പുഷ്പം പോലെ അമ്മയും കൊണ്ടുപോയി. പിന്നെ കാറിൽ പുട്ടപർത്തിയിലെത്തി, പ്രശാന്ത് നിലയത്തിലെത്തി. അപ്പൊ എന്റെ മകൾക്കൊരു ചെറിയ ഫ്ലാറ്റ് ഉണ്ട്, പക്ഷെ അവിടെ മുകളിൽ കയറി പോണം, ഫസ്റ്റ് ഫ്ലോറിലാണ്, നല്ല ഡീപ്പാണ്, സ്റ്റീപ്പായിട്ടുള്ള പടിയാണ്. അപ്പൊ അത് കയറി ദിവസവും പോയി 2 നേരം ഇറങ്ങി വന്നിട്ട് ദർശനത്തിന് പറ്റില്ല അമ്മയ്ക്ക്. അതുകൊണ്ട് എൻ്റെ മകള്
അകത്ത് പിന്നെ അക്കോമഡേഷൻ ഓഫീസിൽ പറഞ്ഞിട്ട് അകത്ത് പിന്നെ വെസ്റ്റ് നയനിലൊരു നല്ല റൂം ബുക്ക് ചെയ്തു. അപ്പൊ ഞങ്ങൾ അവിടെ താമസിച്ചു. അപ്പൊ മകള് സ്റ്റാഫ് ആയതുകൊണ്ട് അവര് 10 ദിവസമോ 12 ദിവസമോ ഇപ്പം ആദ്യം ഒരു 4 ദിവസത്തേക്ക് കൊടുത്തെങ്കിലും പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ 12 ദിവസം, ഞങ്ങൾ 13 ദിവസം അവിടെ താമസിച്ചു. അപ്പൊ ഞാന് ഒരു വീൽ ചെയർ ഏർപ്പാടാക്കി. അപ്പൊ ദിവസവും രാവിലെ, അപ്പോ ഭഗവാനാണെങ്കിൽ ജൂലൈ 2010 ആണല്ലോ. അപ്പൊ ഭഗവാന്റെ ആരോഗ്യസ്ഥിതി നമ്മള് ഭഗവാനായതുകൊണ്ട്, മനുഷ്യ ശരീരം എടുത്തത് കൊണ്ട് ഭഗവാൻ അങ്ങനെ ഒരു ഡ്രാമ, ഒരു നാടകം അഭിനയിക്കുകയാണ്, തീരെ അവശനാണ് എന്നൊക്കെ ഉള്ള ഒരു ഭാവം ജൂലൈ മാസത്തിലാണ് 2010. അപ്പോ അങ്ങനെയുണ്ട്. അപ്പൊ എന്തായാലും രാവിലെയും വൈകുന്നേരവും ദർശനത്തിന് അമ്മയ്ക്ക് ഒരു വീൽ ചെയർ ഏർപ്പാടാക്കി. ഒരു സ്ത്രീ കൃത്യസമയത്ത് വന്ന് വീൽ ചെയർ കൊണ്ടുവന്നു. അപ്പൊ വീൽ ചെയർ ആണെങ്കിൽ ഫ്രണ്ടിലായിട്ട്, വീൽ ചെയറിന് പ്രത്യേകം ഏരിയ ഉണ്ട്. ഭഗവാൻ ഇറങ്ങി വരുന്ന സൈഡ് വഴിയുണ്ടല്ലോ, അങ്ങോട്ട് പോകുമ്പോൾ മെയിൻ ബ്ലോക്കിൽ കൂടെ പോവും, തിരിച്ചു വരുമ്പോ ഭഗവാൻ ആ സൈഡിൽ കൂടെ വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും, അങ്ങനെ വരും. അപ്പൊ നേരെ വീൽ ചെയറിന്റെ ഭഗവാനും വീൽ ചെയറിലാണ്. ഈ വീൽ ചെയറിലിരിക്കുന്ന എല്ലാവർക്കും സുഖമായിട്ട് ഭഗവാന്റെ ദർശനം കിട്ടുക. നേരെയാണ് അവരെ ഇരുത്തുക. അങ്ങനെ അമ്മയ്ക്ക് എപ്പോഴും ഫ്രണ്ടിലോ സെക്കൻഡ് ലൈനിലോ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടും. പക്ഷെ നേരത്തെ വരുന്നത് കൊണ്ട് ആദ്യം വരുന്നവരെ ആദ്യം ഇരുത്തുമല്ലോ, ആ ഒരു ഇത് കിട്ടിയത് കൊണ്ട് അമ്മയ്ക്ക്, അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ വളരെ മനോഹരമായ ദർശനം. 12 ദിവസം അമ്മ ഒറ്റ ദർശനമാണ് ആഗ്രഹിച്ചത്. പക്ഷെ അമ്മയ്ക്ക് 26 ദർശനമാണ് ഭഗവാൻ അനുവദിച്ചത്. 13 ദിവസം രാവിലെയും വൈകുന്നേരവും ഭഗവാൻ വന്നുകൊണ്ടിരുന്നു. രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ നേരെ വരും. അവരെ എല്ലാവരെയും നോക്കി വളരെ സ്നേഹപൂർവ്വം ഭഗവാൻ കാരുണ്യപൂർവ്വം അവരെ നോക്കും. മാത്രമല്ല, എൻ്റെ അമ്മയുടെ പേര് ഈശ്വരി എന്നായിരുന്നു. അപ്പൊ ഞങ്ങൾ അന്നേ കളിയാക്കും, ഭഗവാന്റെ അമ്മയുടെ പേരാണല്ലോ അമ്മയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. പക്ഷെ ഭഗവാൻ ഒരു ദിവസം അമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈശ്വരി എന്ന് വിളിച്ചു അമ്മേ. ഈശ്വരി എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ സുസ്മേരവദനായി അനുഗ്രഹം, അവർക്ക് എല്ലാവർക്കും അനുഗ്രഹം തന്നിട്ട് തിരിച്ചുപോയി. അങ്ങനെ ഒരു അനുഭവം അമ്മയ്ക്ക് ഉണ്ടായി. എന്തായാലും 13 ദിവസം കഴിഞ്ഞപ്പം ഭഗവാൻ ദർശനം നിർത്തി. രാവിലെയും വൈകുന്നേരവും വരുന്നതൊക്കെ എന്തുകൊണ്ട് കാരണം എന്നറിയില്ല. ആ ദർശനം, രാവിലത്തെ ദർശനം മാത്രമായി, അത് തന്നെ താമസിച്ചായി, അങ്ങനെയൊക്കെ ആയി. അപ്പം അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് തൃപ്തിയായി. 26 ദർശനമാണ് അമ്മയ്ക്ക് ലഭിച്ചത്, മനോഹരമായ ദർശനം. അപ്പൊ അമ്മ പറഞ്ഞു, ശരി മോളെ. അപ്പൊ ഞങ്ങൾ ആ ജൂലൈ മാസത്തിലെ ഒരു ദമ്പതി പൂജ ഉണ്ടായിരുന്നു, ജൂലൈ 18-ാം തീയതി. അതിന് ഞങ്ങൾ രണ്ടുപേരും പേര് കൊടുത്തിരുന്നതുകൊണ്ട് ഈ 13-ാം തീയതി കഴിഞ്ഞുവെങ്കിൽ, 13 അല്ല 15-ാം തീയതി കഴിഞ്ഞുവെങ്കിൽ 3 ദിവസം കൂടെ കഴിഞ്ഞിട്ട്, 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരിക. 20-ാം തീയതിയൊക്കെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അപ്പൊ അമ്മ പറഞ്ഞു, വേണ്ട, ഞാൻ മോളുടെ അടുത്ത് താമസിച്ചോളാം. മോളിൽ ഒരു പ്രാവശ്യം കയറിയാൽ മതി, ഒരു പ്രാവശ്യം ഇറങ്ങിയാൽ മതി. ഇനി എനിക്ക് ആശ്രമത്തിൽ ദർശനത്തിന് വരണ്ട, എൻ്റെ മനസ്സ് നിറഞ്ഞ ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്, മതി എന്ന് പറഞ്ഞു. അപ്പം മോളുടെ വീട്ടില് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ആക്കി. അവിടെ അമ്മ സന്തോഷമായിട്ട് അവളുടെ കൂടെ കഴിഞ്ഞു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങള് ദമ്പതി പൂജയൊക്കെ കഴിഞ്ഞ് തിരിച്ചവിടെ എത്തി. അമ്മ സന്തോഷമായിട്ട് 6 മാസം കൂടെ കഴിഞ്ഞു. എന്നിട്ട് ഡിസംബറില് ഞാൻ ഇതുപോലെ ഞങ്ങൾ ഭഗവാന്റെ ബർത്ത്ഡേക്ക് വരുവാണ്. ഭഗവാന്റെ ബർത്ത്ഡേക്ക് വരുമ്പോ ഞാനും ചേട്ടനും വന്നു. വന്നപ്പോഴത്തേക്കും അമ്മയെ അനിയത്തിയുടെ അടുത്താക്കി. എന്നിട്ട് വരികയാണ്. വന്നപ്പോ മകളുടെ ആൾട്ടറില്, മകളുടെ പൂജാ സ്ഥലത്ത് ഭഗവാന്റെ ഹൃദയഭാഗത്ത് ഒരു ദിവസം 7 എന്നൊരു നമ്പർ തേൻ കൊണ്ട് 7 എന്നൊരു നമ്പർ വളരെ സ്ഫുടമായിട്ട് എഴുതിയിരുന്നു. അപ്പൊ നമ്മൾ ചോദിച്ചു, എന്താണ് 7 എന്നുള്ള നമ്പറിന്റെ അർത്ഥം? നമുക്ക് മനസ്സിലായില്ല. അപ്പൊ ഒട്ടും മനസ്സിലായില്ല. എന്തായാലും അത് കഴിഞ്ഞിട്ട് ഞാനും ചേട്ടനും തിരിച്ചു വീട്ടിലെത്തി. സാധാരണ നിലയിൽ ഞാൻ പുട്ടപ്പുറത്തുനിന്ന് ചെന്ന ഉടൻ തന്നെ 1 മണിക്കൂറിനകം അമ്മ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരും. അന്ന് മാത്രം അനിയത്തി പറഞ്ഞു, ചേച്ചി എപ്പോഴും അമ്മ വരണ അന്ന് തന്നെ കൊണ്ടുപോകല്ലേ, ഇന്നിപ്പോ 2-3 ദിവസം എൻ്റെ കൂടെ നിന്നിട്ട് ഞാൻ അമ്മയെ വിടുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എത്തിയത് ബുധനാഴ്ചയാണ്. വ്യാഴം വെള്ളി കഴിഞ്ഞ് ശനിയാഴ്ച ഞാൻ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞ് ഞാൻ അമ്മയെ പോയി കണ്ട് പ്രസാദമൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞു. അപ്പൊ ശനിയാഴ്ച രാവിലെ ആയപ്പോ
അനിയത്തിയുടെ ഫോൺ കോൾ വന്നു, ചേച്ചി അമ്മയ്ക്ക് വല്ലാത്തൊരു വയ്യായികയുണ്ട്, അപ്പൊ ഞങ്ങളുടെ ഒരു കസിൻ ഡോക്ടറാണ്, അപ്പൊ അവനിപ്പം വരും, അവൻ നിങ്ങളുടെ വഴി വരും കാറില്, അപ്പൊ നിങ്ങളും കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളും കൂടെ കാത്തിരുന്നു. മോഹൻ വന്നപ്പോ ഞങ്ങൾ ആ കാറിൽ കയറി അവിടെ ചെന്നു. അപ്പൊ മോഹൻ മരുന്നെ കുറിച്ച് പ്രഷർ ചിലപ്പോൾ കൂടിയതാവാന്നൊക്കെ പറഞ്ഞ് മരുന്നൊക്കെ കൊടുത്തു. ശാന്തമായി അമ്മ, അസ്വസ്ഥതയൊക്കെ കുറഞ്ഞു. അങ്ങനെ പകലായി, രാവിലെയായി, വളരെ കുറവുണ്ടതായിട്ടൊക്കെ തോന്നി. കുറച്ച് ഓട്സും കഞ്ഞിയും ഒക്കെ കുടിച്ചു. അതെല്ലാം അപ്പൊ നാമം എഴുതുന്ന ഒരു പരിപാടി അമ്മയ്ക്കുണ്ട്. അപ്പൊ നാമം എങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, മോള് പോയിട്ട് എൻ്റെ പെൻഷൻ വാങ്ങിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. ഞാൻ വേഗം പോയിട്ട് പിന്നെ ട്രഷറി പോയി അമ്മയുടെ പെൻഷൻ വാങ്ങിച്ചിട്ട് കൊടുത്തു. എൻ്റെ കാരണം എന്ന് വെച്ചാൽ അമ്മയുടെ ജ്യേഷ്ഠത്തി മരിച്ചു കിടക്കുന്ന സമയത്താണ് പെൻഷൻ കൊണ്ടുവന്നത്. പോസ്റ്റ്മാൻ പെൻഷൻ കൊണ്ടുവന്നപ്പം മരിച്ചത് കൊണ്ട് അത് തിരികെ കൊണ്ടുപോയി. അപ്പൊ അമ്മ പറഞ്ഞു, മോളെ അതുകൊണ്ട് കൃത്യസമയത്ത് പോയി പെൻഷൻ വാങ്ങിച്ചിട്ട് വരണം. നല്ലൊരു എമൗണ്ട് ആണ് അമ്മയ്ക്ക് പെൻഷനായിട്ട് കിട്ടുന്നത്. അപ്പൊ അമ്മയുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു, ഓക്കെ അമ്മ, ഞാൻ ഇപ്പൊ തന്നെ പോയി വാങ്ങിച്ചിട്ട് വരാമെന്ന്. ശനിയാഴ്ച ഞാൻ പോയി അത് കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചു. അപ്പം എൻ്റെ ഹസ്ബൻഡ്, അനിയത്തിയുടെ ഹസ്ബൻഡ്, ഒരു കസിൻ, അങ്ങനെ എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് എൻ്റെ അടുത്ത് സ്വാമി എൻ്റെ മനസ്സിൽ പറഞ്ഞു, PRS കോട്ടിൽ പോവും, PRS കോട്ടിൽ അമ്മയെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. കരമനയുള്ള ഒരു ഹോസ്പിറ്റലാണ് PRS ഹോസ്പിറ്റൽ. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് അമ്മയെ എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഇങ്ങനെയൊക്കെ ഡോക്ടർ ശരി സായിരാം എന്നൊക്കെ പറഞ്ഞെങ്കിലും, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും നമുക്കൊന്ന് കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ചേച്ചിക്ക് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ തോന്നിയത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഭഗവാൻ പറയുന്നു PRS ഹോസ്പിറ്റലിൽ പോകുന്ന എൻ്റെ മനസ്സിൽ ഭഗവാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അവരെല്ലാവരും ഭഗവാന്റെ ഡിവോട്ടീസ് ആയതുകൊണ്ട് അവർ പറഞ്ഞു, എന്നാൽ ശരി നമുക്ക് PRS പോകണമെന്നില്ല, ഇവിടെ അടുത്ത് തന്നെ SK ആണെന്ന് തോന്നുന്നു, പിന്നെ പേര് ഞാൻ മറന്നുപോയി, SK ഹോസ്പിറ്റലുണ്ട് എടപ്പഴഞ്ഞി, അവിടെ പോവാം, അവിടെ നല്ല ഹോസ്പിറ്റലാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അവിടെ പോയി നോക്കാം. അപ്പൊ അമ്മ സന്തോഷമായിട്ട് ചിരിച്ച് പിന്നെ കാറിൽ കയറിയിരുന്നു. ഞാനും അനിയത്തിയൊക്കെ വന്ന് യാത്രയൊക്കെ പറഞ്ഞു. ഞാനും കാറിൽ കയറി. ഞാനും ചേട്ടനും അനിയത്തിയുടെ ഹസ്ബൻഡും അമ്മയും കൂടെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് ചെക്കപ്പ് ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു, അമ്മ ഷുഗർ പേഷ്യന്റ് ആയിരുന്നു. ഷുഗർ വളരെ കൺട്രോൾഡ് ആണ്, എന്നാലും ഷുഗർ പേഷ്യൻസിന് വേദനയൊക്കെ വന്നാൽ അവരറിയില്ല. അപ്പൊ പറഞ്ഞു, ഇതൊരു മാസീവായിട്ടുള്ളൊരു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു, അതാണ് രാത്രി സംഭവിച്ചത് എന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇവിടെ പക്ഷെ നമുക്ക് റൂംസ് ഇപ്പൊ അവൈലബിൾ അല്ല, അമ്മയ്ക്ക് റൂമിന്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ, PRS കോട്ടിൽ പോകൂ, PRS ഹോസ്പിറ്റലിൽ പോകൂ എന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ ഉത്രാടത്തിൽ പോകണം. ഉത്രാടം മീൻസ് ഫാർ അവേ, വെള്ളയമ്പലത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. അപ്പൊ തന്നെ കരമാനയാണ് ഭഗവാൻ പറഞ്ഞ ഹോസ്പിറ്റൽ. അപ്പൊ അവിടെ തന്നെ ചെന്നു. അവിടെയാണെങ്കിൽ എനിക്ക് പരിചയമുള്ള കുട്ടികളുണ്ട് അവിടെ, നഴ്സസും ആയിട്ടൊക്കെ. അപ്പൊ എന്തായാലും ഞങ്ങള് PRS ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് 4-ാം തീയതി രാവിലെ കൊണ്ടുപോയില്ല, ഉച്ചയ്ക്ക് പോയി. ശനിയാഴ്ച ഒരു 1:30 മണിക്ക് SK ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയി. PRS കോട്ടിൽ പോയി. അവർ പറഞ്ഞു, ഇത് പ്രശ്നമുണ്ട്, ബ്ലോക്സ് ഉണ്ട്, 4-5 ബ്ലോക്സ് ഉണ്ട്. അപ്പോ പ്രശാന്ത് എന്നൊരു ഡോക്ടറായിരുന്നു, അദ്ദേഹം 6000 ആൻജിയോഗ്രാഫി ചെയ്തു എന്ന് പറഞ്ഞ് 2 ദിവസം മുമ്പാണ് പേപ്പറിൽ അദ്ദേഹത്തിനെ പറ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 6000 ആൻജിയോപ്ലാസ്റ്റി ചെയ്ത വളരെ പിന്നെ കൃതഹസ്ഥനായ ഒരു ഡോക്ടർ, സർജനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ പറ്റി ഇരുന്നുണ്ടായിരുന്നു. അദ്ദേഹമാണ് എന്നോട് സംസാരിച്ചത്. ഞങ്ങൾ 4 പേരിൽ നിന്ന് സംസാരിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അമ്മയ്ക്ക് 88 വയസ്സായി, എന്നാലും ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ ആൾക്കാർ പറയും നമ്മൾ പൈസ തട്ടിയെടുക്കാനുള്ള എന്നൊക്കെ പറയും. എന്നപ്പോ ഞാൻ ആരും ഒന്നും പറയുന്നില്ല. എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് ഉണ്ട്, ഒരു കസിൻ ഉണ്ട്, അവരാരും ഒരു അഭിപ്രായം പറയുന്നില്ല, ഞാൻ മാത്രം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അമ്മയുടെ മൂത്ത മകളാണ്, എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഞാനാണ് ഡിസിഷൻ എടുക്കുക. അപ്പോ ഡോക്ടർ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല. ഡോക്ടർ, ഞങ്ങള് ലേമൻ, ഞങ്ങൾക്ക് അറിയില്ല എന്താണ് നല്ലതെന്ന്. ഡോക്ടർ പറയും എന്താണ് ഇതിന്റെ ഔട്ട്കം. അപ്പൊ ഡോക്ടർ പറഞ്ഞു, രണ്ടാണെങ്കിലും മോർട്ടാലിറ്റി റേറ്റ്, അതായത് മരണം സംഭവിക്കാം, അത് നമ്മുടെ കയ്യിലല്ലല്ലോ. പക്ഷേ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്തില്ലെങ്കിൽ ഇനി ഒരു അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. വന്നാൽ അത് കോമയിലേക്ക് പോകും. അതാണ് ഒരു പിന്നെ നെഗറ്റീവ് പോയിന്റ് ആയിട്ട് അവിടെ ഉള്ളത്. ആൻജിയോപ്ലാസ്റ്റി ചെയ്താൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. പക്ഷേ ഇത്രയും പ്രായമായ അമ്മ ആയതുകൊണ്ട് ചിലപ്പം വേറെ ഒരു ഓർഗനെ എന്തെങ്കിലും ബാധിക്കാനൊരു സാധ്യത ഉണ്ട്. അപ്പൊ രണ്ടായാലും
അമ്മയ്ക്ക് അമ്മയ്ക്ക് സമയം അടുത്തിരിക്കുകയാണ് എന്നുള്ള മട്ടിലാണ് ഡോക്ടർ സംസാരിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടറെ ചെയ്തോളൂ, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാത്തത് കൊണ്ട് ഒരു ഉണ്ടാവണ്ട, അതുകൊണ്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ അമ്മയടുത്ത് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു ഡോക്ടർ എന്ത് പറയണോ അത് ചെയ്തോളൂ മോളെ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മയെ സമ്മതിച്ചു. അമ്മ വളരെ വളരെ ശാന്ത സ്വഭാവവും വളരെ എന്താ പറയാ വളരെ പയസ് ആയിട്ടുള്ള ഒരു അമ്മയാണ്. വളരെ ക്ഷമാശീലവും സൗമ്യതയും ഒക്കെ ഉള്ള വളരെ എല്ലാവർക്കും ഹഠാത് ആകർഷിക്കപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു എൻ്റെ അമ്മയുടെ. അപ്പൊ മധുര സ്വഭാവം. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത്ര മധുരമായ സ്വഭാവമുള്ള ഒരു പേഷ്യന്റിന് എനിക്ക് 6000 ഞാൻ ചെയ്തെങ്കിലും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തായാലും അമ്മയെ കൊണ്ടുവന്നു. അമ്മ അത് വളരെ സഹനപൂർവ്വം സഹിച്ചതിന് ഡോക്ടർ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു. എന്നിട്ട് കൊണ്ടുവന്നു. അമ്മയെ റൂമിൽ കൊണ്ടുപോയി. ഞങ്ങൾ റൂമിൽ പോയി. റൂമിലല്ല, ഐസിയുലാണ് കൊണ്ടുപോയത്. ഞങ്ങൾക്ക് പോയി കാണാം. ഞങ്ങൾ പോയി കണ്ടു, ഇടയ്ക്കിടയ്ക്ക് പോയി കാണാം. അങ്ങനെ കണ്ടു. അപ്പൊ അങ്ങനെ ഞായറാഴ്ച, തിങ്കൾ, പിന്നെ തിങ്കളാഴ്ച ആയപ്പോഴ് 4, 5, 6 6 തീയതി ആയപ്പോഴത്തേക്കും ഡോക്ടർ ഉച്ചയ്ക്ക് ഞാൻ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു മാഡം ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, ക്രിയാറ്റിൻ ഫോം ചെയ്തെന്ന് തോന്നുന്നു, യൂറിൻ പ്രശ്നമുണ്ട്, നമ്മൾ മരുന്നുകളൊക്കെ കൊടുത്ത് നോക്കുകയാണ് എന്ന് പറഞ്ഞു. ഒരു ചെറിയ സംശയം. ഇപ്പൊ എൻ്റെ ഈ കസിൻ ആണെങ്കിൽ അവൻ വന്നു, ഡോക്ടർ. അവനാണെങ്കിൽ അവനൊരു കഴിവുണ്ട്, പൾസ് നോക്കിയിട്ട് ഇപ്പൊ മരണാസന്നരായ രോഗികൾ എപ്പം പോവെന്ന് പറയും, കൃത്യമായിട്ട് പറയാനുള്ള ഒരു കഴിവ് അവനുണ്ട്. അവൻ പറയുന്നത് അച്ചട്ടായിരിക്കും. അവൻ അമ്മയുടെ പൾസൊക്കെ നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഒന്ന് രഹസ്യമായിട്ട് പറഞ്ഞു, പൾസിലെ നോക്കനി കുഞ്ഞമ്മ എന്നാണ് വിളിക്കുന്നത്, അമ്മയുടെ അനിയത്തിയുടെ ചേച്ചിയുടെ മകനാണ്. അപ്പൊ അവൻ പറഞ്ഞു നോക്കൂ പൾസില, നാളെ 2 മണി, മാക്സിമം 2:15, അതിനപ്പുറത്തേക്ക് കുഞ്ഞമ്മ പോവില്ല, അതുകൊണ്ട് വേണ്ടതൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. പനിയത്തെയൊക്കെ വരുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്തോളൂ. അപ്പൊ ഞാൻ എൻ്റെ മകനൊക്കെ ഫോൺ ചെയ്ത് പറഞ്ഞു ഇങ്ങനെയാണ് അമ്മമ്മയുടെ സിറ്റുവേഷൻ. അപ്പൊ അമ്മ പറഞ്ഞു അമ്മ ഞാൻ നാളെ, ഞാൻ ബോംബെയിലായിരുന്നു, അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ വരാം, അടുത്ത ഫ്ലൈറ്റ് ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച കഴിഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ ആയപ്പോ എൻ്റെ അനിയത്തിയൊക്കെ ഞാൻ വിളിച്ച് ഹോസ്പിറ്റലിൽ തന്നെ നിർത്തി, ഒരു കസിൻ, അവരൊക്കെ അങ്ങനെ അമ്മയെ കാണണം, അമ്മയുടെ കൂടെ ഇരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് വന്ന് അങ്ങനെയൊക്കെ നിന്നു. ചൊവ്വാഴ്ച രാവിലെ ആയപ്പോൾ എൻ്റെ ആ നേഴ്സ് കുട്ടി വന്നിട്ട് പറഞ്ഞു ആൻറ്റി ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, ക്രിയാറ്റിൻ വളരെ കൂടിയിട്ട് അമ്മമ്മയുടെ ബോധം പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി, എനിക്ക് മോഹനം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഞാനാണെങ്കിൽ എപ്പോഴും അമ്മയുടെ അടുത്ത് നിന്നിട്ട്, അമ്മയുടെ കയ്യിൽ എപ്പോഴും അമ്മയ്ക്ക് ഭഗവാൻ കൊടുത്തൊരു മോതിരമുണ്ട്, ആ മോതിരം എപ്പോഴും അമ്മ ഇട്ടിരിക്കും. അപ്പൊ അത് അമ്മയുടെ കയ്യിൽ നിന്ന് ഊരാൻ പറ്റില്ലായിരുന്നു. ബാക്കി എല്ലാ ആഭരണങ്ങളും ഊരി മാറ്റി ഓപ്പറേഷന് മുമ്പ്. ഇത് മാത്രം ഊരാൻ പറ്റില്ല, കാരണം SK ഹോസ്പിറ്റലിൽ ചെയ്ത് ഈ ഇതൊക്കെ കുത്തിവെച്ചപ്പോ അമ്മയുടെ കയ്യിൽ അങ്ങനെ വീങ്ങുമല്ലോ, നീര് വന്നിട്ട്. അങ്ങനെ ആയതുകൊണ്ട് ആ മോതിരം ഊരാൻ പറ്റാത്തതുകൊണ്ട് അതൊരു സിൽവർ മോതിരമാണ്, അത് അവിടെ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് അവിടെ തന്നെ ഇരുന്നു. എന്തായാലും അമ്മയുടെ അടുത്ത് പോയിട്ട് ഞാൻ ആ മോതിരം തൊട്ടുകൊണ്ട് തന്നെ സായി ഗായത്രി പറയും. സായി ഗായത്രി പറഞ്ഞ് സ്വാമി ദൈ വിൽ ബി ഡൺ, സ്വാമി എന്താണ് അമ്മയ്ക്ക് നല്ലത് അത് തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അത് മാത്രം പ്രാർത്ഥിക്കും, അല്ലാതെ വേറൊന്നും പ്രാർത്ഥിക്കാറില്ല. അങ്ങനെ പറഞ്ഞു. എന്തായാലും മോഹനം പറഞ്ഞതുപോലെ കൃത്യം 2:05 ആയപ്പം അമ്മ ഭഗവാനിൽ ലയിച്ചു ചേർന്നു. അപ്പൊ എൻ്റെ മകൻ പറഞ്ഞു അമ്മ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ചിറ്റയും അമ്മയൊന്നും ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, ഞാൻ അമ്മമ്മയും കൊണ്ട് വന്നോളാം, നിങ്ങൾ അവിടെ പോയിട്ട് പിന്നെ ശരീരം കൊണ്ടുവരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ചെയ്തോളൂ, ഒരുക്കങ്ങളൊക്കെ ചെയ്തോളൂ, വൈകുന്നേരം ക്രിമേഷൻ കൊണ്ടുപോകാമല്ലോ. നമ്മൾ മാത്രമേ ഉള്ളല്ലോ, നമ്മുടെ അമ്മയെ കാണേണ്ട എല്ലാവരും വന്നിട്ടുണ്ട്, എല്ലാവരും കണ്ടു കഴിഞ്ഞു, ഇനി എല്ലാവരും അവിടെ തന്നെ ഉള്ളവരെല്ലാം വരികയും ചെയ്യും, അതുകൊണ്ട് താമസിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ക്രിമേഷൻ. അപ്പൊ വൈകുന്നേരം 4:30 മണിക്ക് ശേഷം രാഹുകാലം കഴിഞ്ഞ്, ചൊവ്വാഴ്ച രാഹുകാലം കഴിഞ്ഞിട്ട് അമ്മമ്മയെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് ഞാനും അനിയത്തിയും കൂടെ ഓട്ടോയില് വെള്ളയമ്പലത്തിലേക്ക് പോകുമ്പോഴാണ് അനിയത്തി പറഞ്ഞു ചേച്ചി ഇന്നത്തെ ഡേറ്റ് എന്താണെന്ന് അറിയോ, ഓർമ്മിച്ചോ എന്ന് വെച്ചപ്പോ ഇല്ല, ഇന്നത്തെ ഡേറ്റ് 7th ആണ്. അപ്പൊ സ്വാമി നമുക്ക് നേരത്തെ തന്നെ ഒരു ഇൻഡിക്കേഷൻ തന്നിരുന്നു. 7 ഒരു നമ്പർ എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിലും സ്വാമി ആ ഹാർട്ടിന്റെ പ്രോബ്ലം കൊണ്ടാണ് അമ്മ പോയത്. അപ്പൊ ആ ഒരു ഇതിൽ തന്നെ കാണിച്ചു തന്നു. മാത്രമല്ല എൻ്റെ അച്ഛൻ മരിച്ചിട്ട് കൃത്യം 7 വർഷമായിരുന്നു. അച്ഛൻ മരിച്ചത് തൃക്കേട്ടയില്, അമ്മ അതേ വൃശ്ചിക മാസത്തിൽ
മൂലം അടുത്ത ദിവസമാണ് അമ്മ പാസ്ഡ് അവേ, അമ്മ പോകുന്നത്. അപ്പം ഇതിൽ നിന്ന് ഭഗവാൻ അമ്മയുടെ ആ ഹൃദയംഗമമായ ആഗ്രഹം, അമ്മയ്ക്ക് വളരെ സമാധാനമായിരുന്നു. ഭഗവാന്റെ അത്രയേറെ ദർശനവും അമ്മ ഈശ്വരി എന്ന് വിളിച്ച് ഭഗവാൻ അമ്മയെ അനുഗ്രഹിച്ചതും അതെല്ലാമായിട്ട് അമ്മയ്ക്ക് വളരെ സന്തോഷമായിട്ടാണ് അമ്മ പിന്നെ ആ ബാക്കിയുള്ള സമയം കഴിഞ്ഞതും അതുപോലെ തന്നെ വളരെ സൗമ്യമായിട്ടും ശാന്തമായിട്ടും അമ്മ ഭഗവാനിൽ ലയിച്ചു ചേർന്നു. ഇതൊരു വലിയൊരു അനുഭവം നമ്മുടെ ജീവിതത്തില് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഉണ്ടായതാണ്. സായിരാം, ജയ സായിരാം. സായിരാം. ഭഗവാന്റെ പരമകാരുണ്യം എന്നല്ലാതെ എന്ത് പറയാൻ. അതിന്റെ ഏറ്റവും വലിയ അതിന്റെ അപ്പുറത്തെ ഒരു അത്ഭുതം എന്തെന്ന് വെച്ചാൽ ഈ അമ്മയ്ക്ക് ഈ മോതിരം കിട്ടുന്നത് തന്നെ ഒരു അത്ഭുത കഥയാണ്. അതിനേക്കാളും അത്ഭുതമാണ് ഈ മോതിരം. അമ്മയും ഞാനും കൂടെ എപ്പോഴും സംസാരിക്കും, തമാശ പറയും, ഭഗവാൻ അമ്മയ്ക്ക് തന്ന മോതിരം എനിക്ക് തരുമൊന്നുമില്ല, അമ്മ പോയി കഴിയുമ്പോൾ ആ മോതിരം ഭഗവാൻ തിരിച്ചെടുക്കുന്നൊക്കെ പറയാം. അപ്പൊ അമ്മ പറയും, ഇല്ല മോളെ, നീ ഇത്ര സേവയൊക്കെ ചെയ്യല്ലേ, അപ്പൊ നിനക്ക് ഭഗവാൻ മോതിരം തരും, മാറില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അമ്മയുടെ ശവശരീ ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് ആ രണ്ട് വളകൾ, വളരെ ചെറിയ രണ്ട് വളകൾ ഉണ്ടായിരുന്നു, അത് ഊരിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മ മുറിച്ചു മാറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മയുടെ കയ്യിൽ മോതിരം ഉണ്ട്, അത് ഊരിത്തരൂ, ഭഗവാന്റെ മോതിരം എന്ന് പറഞ്ഞു. മോതിരോ? കയ്യിൽ മോതിരമൊന്നും ഇല്ലല്ലോ. അയ്യോ ഉണ്ട്, ഞാനത് തൊട്ട് ഇന്നലെയും കൂടെ സായി ഗായത്രി പറഞ്ഞതല്ലേ, ആ മോതിരം തരൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇല്ല ചേച്ചി, മോതിരം ഇല്ല, തീർച്ചയായിട്ടും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു, സ്വാമി എന്നെ പറ്റിച്ചില്ലേ, അമ്മയുടെ മോതിരം എനിക്ക് തരാതെ സ്വാമി തിരിച്ചെടുത്തോ എന്നൊക്കെ പറഞ്ഞ് സ്വാമിയോട് ഞാനിങ്ങനെ കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാനാ, മോതിരം കാണാനില്ല. അപ്പൊ എൻ്റെ ഒരു കസിൻ പറഞ്ഞു, സാധാരണയായിട്ട് മരണാസന്നരായ ആൾക്കാരുടെ കയ്യിൽ നിന്ന് മോതിരം അപ്രത്യക്ഷമായാൽ അവര് മിക്കവാറും മരണം തീർച്ചയാണ് എന്നൊരു ലക്ഷണം ഞാൻ കേട്ടിട്ടുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും സ്വാമി എടുത്ത് ഞാൻ വഴക്കിട്ട് പിണങ്ങി, സ്വാമി എന്തായാലും എന്നെ പറ്റിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞു. അമ്മയുടെ സംസാരമൊക്കെ കേട്ടിട്ട് എന്നെ പറ്റിച്ചു അല്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴ് അവിടെ അനിയത്തിയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ചടങ്ങുകളൊക്കെ. അപ്പൊ സഞ്ചയനം കഴിഞ്ഞിട്ട് അപ്പൊ അമ്മ ഒരു ചെറിയ പ്ലാസ്റ്റിക് ബോക്സിനകത്ത് ഒരു ചെറിയ ഡപ്പ, സ്വാമിയുടെ പടമുള്ള ഒരു ചെറിയ വിഭൂതി വെക്കുന്ന ഡപ്പയുണ്ട്, അത് ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്തിലാണ് ഈ മോതിരം സൂക്ഷിക്കുക. കുളിച്ചു കഴിഞ്ഞാലും നാമം ജപിക്കുമ്പോഴും എവിടെയെങ്കിലും പുറത്തു പോകുമ്പോഴും മാത്രമേ ആ മോതിരം അമ്മ എടുത്തിടുകയുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ അമ്മ പറയും, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്, ഭഗവാന്റെ മോതിരം അങ്ങനെ അപവിത്രമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. ഇത് വളരെ നിർബന്ധപൂർവ്വം ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് വിഭൂതി പാക്കറ്റ്സും വെച്ചേക്കും, ആ ചെറിയ പെട്ടിക്കകത്ത് ചെറിയൊരു പ്ലാസ്റ്റിക് ഇത്. അപ്പൊ ഞാൻ സഞ്ചയനം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി, അനിയത്തിയുടെ വീട്ടിൽ നിന്ന്. അതുവരെ അവിടെ താമസിച്ചു. എന്നിട്ട് ഞാനും ചേട്ടനും കൂടെ തിരിച്ചു പോയപ്പം പിറ്റേ ദിവസം രാവിലെ അനിയത്തിയുടെ ഫോൺ വന്നു. അവളുടെ അമ്മായിയമ്മയ്ക്ക് കുറച്ച് പനി പോലെ തോന്നിയപ്പോൾ അവള് ചെന്ന് സ്വാമിയുടെ കുറച്ച് വിഭൂതി കൊടുക്കാം, അമ്മയുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടല്ലോ, അമ്മയുടെ പെട്ടിക്കകത്ത് കാണും എന്ന് പറഞ്ഞ് അവളുടെ ഡ്രസ്സിംഗ് ടേബിളിന്റെ അകത്തിരുന്ന പ്ലാസ്റ്റിക് പെട്ടിയുടെ അകത്തിരുന്ന ചെറിയ ഡപ്പയില് തുറന്നു നോക്കി, എന്തായാലും ഒന്ന് നോക്കാം, തുറന്നു നോക്കിയപ്പോ മോതിരം അതിനകത്തിരിക്കണം. അപ്പൊ അവളാകെപ്പാടെ എന്താ വിഭ്രാന്തിയോ സംഭ്രമമോ എന്തൊക്കെ എന്നെ വിളിച്ചു, ചേച്ചി അമ്മയുടെ മോതിരം എവിടെ ഇരിക്കണു, അമ്മയുടെ മോതിരം എവിടെ ഇരിക്കണു, ഈ പെട്ടിക്കകത്തുണ്ട് നീനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവള് വിഭൂതിയൊക്കെ മറന്നുപോയി. അങ്ങനെ ആ ഭഗവാൻ ആ മോതിരം തിരിച്ചു തന്നു. അതെന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരു മഹാസംഭവം ഉണ്ടായി. അത് ഉണ്ടായി കഴിഞ്ഞ ഉടൻ തന്നെ ഞാനൊരു ഇൻസിഡന്റ് വായിച്ചു. അപ്പൊ എന്റെ അനിയത്തിക്കും ബാക്കിയുള്ളവർക്കും നാച്ചുറലായിട്ട് സംശയം, അങ്ങനെ മോതിരം വരുമോ, ചേച്ചി മറന്നുപോയതായിരിക്കും, അമ്മയുടെ കയ്യിൽ മോതിരം ഇല്ലാതിരുന്നതാണെങ്കിലോ. ഞാൻ പറഞ്ഞു, ഒരിക്കലും സംഭവിക്കില്ല, കാരണം അമ്മ ആ മോതിരം ഇടാതെ ആശുപത്രി പോവില്ല, എവിടെ പോണെങ്കിലും ആ മോതിരം ഇടാതെ അമ്മ പോവില്ല, അത് അമ്മയുടെ പ്രൊട്ടക്ഷനാണ്. മാത്രമല്ല ആ മോതിരം തൊട്ടാണ് ഞാൻ സായി ഗായത്രി പറഞ്ഞുകൊണ്ടിരുന്നത്, അമ്മയുടെ വലത്ത് കയ്യില്, അതെങ്ങനെ ഇല്ലാതിരിക്കും. അപ്പോഴാണ് ഞാൻ സനാതന സാരഥിയുടെ ഒരു ഇൻസിഡന്റ് വായിച്ചു വന്ന്. ഒരു ഫോറിൻ ഡിവോട്ടി, അദ്ദേഹം അദ്ദേഹത്തിനൊരു പച്ച മോതിരം, പിന്നെ അതായത് പച്ച വജ്രം ധരിച്ച മോതിരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഹരിദ്വാറിൽ പോയി ഗംഗയിൽ മുഴുകി, അവിടെ ഭയങ്കര ഒഴുക്കാണല്ലോ, ഗംഗയിൽ മുങ്ങിയപ്പം ആ മോതിരം ഗംഗയിൽ കളഞ്ഞുപോയി.
ഭയങ്കര സങ്കടമായി അങ്ങേർക്ക്. ഇനി ഭഗവാൻ തന്ന ഒരു സമ്മാനം എനിക്കിങ്ങനെ നഷ്ടമായി പോയല്ലോ എന്ന് വളരെ സങ്കടപ്പെട്ടിട്ട് അദ്ദേഹം തിരിച്ച് വൈറ്റ് ഫീൽഡിൽ വന്നിട്ട് ഭഗവാന്റെ ദർശനം എടുക്കുകയാണ്. അപ്പൊ അങ്ങേര് വളരെ സങ്കടപ്പെട്ടിങ്ങനെ ഇരുന്നപ്പോ സ്വാമി അടുത്ത് ചോദിച്ചു, എന്താണ് മുഖത്ത് വലിയൊരു വാട്ടം, എന്താ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. പിന്നെ ഭയങ്കര കരച്ചിലോടെ സ്വാമി അടുത്ത്, സ്വാമി തന്ന മോതിരം എനിക്ക് നഷ്ടമായി സ്വാമി, ഞാൻ ഗംഗയിൽ കുളിക്കുമ്പോ അത് അവിടെ വീണു പോയി സ്വാമി എന്ന് പറഞ്ഞു. ഗംഗയിൽ വീണു പോയോ, ഇത് എന്റെ കയ്യിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് സ്വാമി അതെടുത്ത് അയാളുടെ കൈ കൊടുത്തു, അതേ മോതിരം. എന്നിട്ട് സ്വാമി പറഞ്ഞു, എല്ലാ ഗംഗയും എല്ലാ യമുനയും ലോകത്തിലുള്ള എല്ലാ ജലവും എല്ലാ ജലസ്രോതസ്സും ഞാൻ തന്നെയാണ്, എന്നിൽ തന്നെയാണ് അതെല്ലാം ഉള്ളത്. എന്ത് നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ കയ്യിലത് തിരികെ വരും, എന്റെ കയ്യിലത് തിരികെ വരും എന്ന് സ്വാമി പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി, അമ്മയുടെ കയ്യിൽ കിടന്ന മോതിരം ഭഗവാൻ എനിക്ക് തന്നെ തരാനായിട്ട് അമ്മയുടെ തന്നെ പെട്ടിക്കകത്തുകൊണ്ട് വെച്ചു എന്ന് മനസ്സിലായി. ഇങ്ങനെ ഒരു ഭയങ്കരമായ ഒരു മഹാ അത്ഭുത സംഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജയ സായിരാം. ജയ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ജയ സായിരാം. അപ്പൊ സായി ഉപമ പറയാം. ഭഗവാൻ പറയാണ്, വിദ്യുത് പ്രകാശം, അതായത് വൈദ്യുതി പ്രകാശം. വൈദ്യുതി പ്രകാശം നമുക്ക് ലഭിക്കണമെങ്കിൽ പോസിറ്റീവും നെഗറ്റീവുമായിട്ട് രണ്ട് കമ്പികൾ ഉണ്ടെങ്കിൽ മാത്രമേ വൈദ്യുതി പ്രകാശം പ്രവഹിക്കുകയുള്ളൂ. ഒന്നുണ്ടെങ്കിൽ ശരിയാവില്ല, രണ്ടും വേണം. രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വൈദ്യുതിയിൽ കൂടെ പ്രകാശം ലഭിക്കുകയുള്ളൂ. അതുപോലെ ജ്ഞാനപ്രകാശം നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പരമാത്മാവും ആത്മീയ സാധകനും, അതായത് ജീവാത്മാവും തമ്മിൽ ഐക്യമുണ്ടാകണം. നിങ്ങൾ കൈപ്പുള്ള വിത്തുകൾ വിതച്ചതിനു ശേഷം മധുരഫലങ്ങളുള്ള വൃക്ഷമുണ്ടാകണമെന്ന് കാംക്ഷിക്കുന്നു. മണ്ണിനെ പറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ മഴയെ പറ്റിയും അതിൻ്റെ അതിലെ വളമില്ലാത്തതിനെ പറ്റിയും എല്ലാം നിങ്ങൾ പരിതപിക്കുന്നു. പക്ഷെ അതൊന്നുമല്ല കാരണം. നിങ്ങൾ വിതച്ച വിത്തിലെ കയ്പ് രസം നിറഞ്ഞ വിത്ത് വിതച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് മധുരരസമുള്ള ഫലം തരുന്ന ഒരു വൃക്ഷം നിങ്ങൾക്ക് വളർത്തുവാനാകുക? അതുകൊണ്ട് വിത്തിന് അനുസരിച്ചാണ് ഫലം ലഭിക്കുക, കർമ്മത്തിനനുസരിച്ചാണ് കർമ്മഫലം ലഭിക്കുക എന്ന് എപ്പോഴും ഓർമ്മിക്കുക. ജയ സായിരാം. സായിരാം. ഇന്ന് ഭജനയില്ല, ഭജന പാടി. പറഞ്ഞോളൂ. ഭജന പാടിയില്ല. ഭജന പാടിയില്ല അല്ലേ? ഇല്ല. സായിരാം. സ്വാഗതം സായി ദേവ തൂ ഹി ശങ്കര, സ്വാഗതം സായി ദേവ. നന്ദനല്ലേ പാടേണ്ടത്? നന്ദന പാടുവോ? സായിരാം. നന്ദന പാടുവാളെ. സോറി. ആനന്ദ സാഗര മുരളീധര, आनंद सागरा मुरलीधरा, मेरा प्रभु राधे श्याम वेणुगोपाला, मेरा प्रभु राधे श्याम वेणुगोपाला, आनंद सागरा मुरलीधरा, नंद यशोदा आनंद किशोरा, नंद यशोदा आनंद किशोरा, जय जय गोकुल बाला जय वेणुगोपाला, जय जय गोकुल बाला जय साई गोपाला, आनंद सागरा मुरलीधरा, मेरा प्रभु राधे श्याम वेणुगोपाला, आनंद सागरा मुरलीधरा, नंद यशोदा आनंद किशोरा, जय जय गोकुल बाला जय वेणुगोपाला, जय जय गोकुल बाला जय साई गोपाला, आनंद सागरा मुरलीधरा. ഇന്നത്തെ പരിപാടികളെല്ലാം വളരെ വളരെ ഭംഗിയായിരിക്കുന്നു. പ്രത്യേകിച്ച് വായന, ഭജന, അത്യത്ഭുതകരമായ വിസ്മയകരമായ ആ വത്സലമാവിന്റെ അനുഭവം. സായിരാം. ശാന്തി മന്ത്രം ജപിക്കാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു,
സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം സായിരാം.